സ്വന്തം അമ്മയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ്? എന്തെല്ലാമാണ്. സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക, ഉപാധികളെല്ലാം ഇല്ലാതെ സ്നേഹിക്കുന്ന ആളാണ് അമ്മ. അതെ, അങ്ങനെ സ്വന്തം അമ്മയോടുള്ള അതിയായ സ്നേഹത്തിൽ ഒരു മകൾ അമ്മയ്ക്ക് ഒരു അമൂല്യമായ സമ്മാനം നൽകി. അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ സമ്മാനം എന്താണെന്നായിരിക്കും പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടാവുക. ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് സ്വന്തം അമ്മയുടെ പേരിൽ ഒരു അഭയ കേന്ദ്രം. അധ്യാപികയായിരുന്ന റീന ചാൾസ് മനോധൈര്യം കൊണ്ട് തീർത്ത ഫിലോമിനാസ് പാരഡൈസ് ഇന്ന് രാജ്യത്തിന്റെ നാനാദിക്കിൽ നിന്ന് വന്ന് ചേക്കേറിയവരുടെ ഒരു കൂട്ടുകുടുംബമാണ്. ആ വിശേഷങ്ങളിലേക്കാണ് ഇനി. വഴിയരികിൽ ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട് കഴിയുന്നവരുടെ ദയനീയാവസ്ഥ റീന ചാൾസിനെ വല്ലാണ്ട് അലട്ടിയിരുന്നു. ഒടുവിൽ ഒരു വാടക വീട് തേടി. സ്വന്തമായി വീടുള്ളപ്പോഴും മറ്റൊരു വാടക വീട് എന്തിനെന്നായിരുന്നു പലരും റീന ചാൾസിനോട് ചോദിച്ചത്. സ്വന്തം സുഹൃത്തിൻ്റെ വീട് ലഭിച്ചതോടെ ഡൽഹിയിലെ ഒരു ഗുരുദ്വാരയുടെ ഓരത്ത് കഴിഞ്ഞ 3 പേർക്ക് അവിടെ അഭയം കൊടുത്ത് റീന ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. एक एहसास ഫൗണ്ടേഷൻ എൻ്റെ ഉള്ളിൽ എൻ്റെ സോളിൻ്റെ ഒരു പ്രോജക്റ്റാണ്. എൻ്റെ പേരൻസും എൻ്റെ ടീച്ചേഴ്സും അവരെന്നോട് എപ്പോഴും പറഞ്ഞു തന്നത് ഒരു കാര്യം, ദൈവഭയം, ദൈവസ്നേഹം. അത് ചെയ്യാൻ വേണ്ടി എപ്പോഴും സർവ് ചെയ്യണം. എന്നാലേ മാൻകൈൻഡിനെ സെർവ് ചെയ്താലേ അത് ദൈവഭയം, ദൈവം സ്നേഹം ആകത്തുള്ളൂ. സോ when it is love and when you do service out of love, അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സാക്രിഫൈസ് ചെയ്യും. അപ്പം ലവ്, സർവീസ് ആൻഡ് സാക്രിഫൈസ്, ഇത് 3ഉം ചെയ്യാൻ തയ്യാറായതാണ് ഞാൻ. എൻ്റെ പേരൻസും ടീച്ചേഴ്സും കാരണം. അവരാണ് എനിക്ക് അവരുടെ ഓരോരോ സംസാരവും ഇതെല്ലാം കൊണ്ട് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത്. ഡൽഹിയിൽ മറ്റൊരു വീട് വാങ്ങിയ ശേഷം റീന താമസിച്ചിരുന്ന 5 മുറി വീട്ടിലേക്ക് ഈ അച്ഛനമ്മമാരെ മാറ്റിപ്പാർപ്പിച്ചു. സ്വന്തം അമ്മയുടെ വേർപാടോടെ ആ വീടിന് റീന അമ്മയുടെ പേര് നൽകി, ഫിലോമിനാസ് പാരഡൈസ്. ഇന്നതൊരു അഭയകേന്ദ്രമല്ല, 16ഓളം പേർ താമസിക്കുന്ന ഒരു കുടുംബമാണ്. അമ്മയ്ക്ക് വേണ്ടിയുള്ള സ്നേഹവും ബഹുമാനവും. കാരണം അവർ TB ഹോസ്പിറ്റലിലായിരുന്നു ജോലി ചെയ്തത്. അപ്പം അവിടെ TB ഹോസ്പിറ്റലിൽ ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, അപ്പം ആ ശമ്പളം, എൻ്റെ ഡാഡിയും മമ്മിയും നഴ്സിംഗ് പ്രൊഫഷനിലായിരുന്നു. അപ്പം അവർ എങ്ങനെ സർവീസ് ചെയ്തു. ആ ഒരു TB പേഷ്യൻറ്റ് മെലിഞ്ഞത്, ഇത് കവക്കെട്ടൊക്കെ എല്ലാം തൂക്കി ബാഗ് നടക്കുന്ന ആ പൈസ കൊണ്ട്, ആ ശമ്പളം കൊണ്ടാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചത്. അപ്പം അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു മാർഗം ഇത് കണ്ടെത്തിയത്. അതുകൊണ്ട് മമ്മിയുടെ പേരിൽ തന്നെ തുടങ്ങുമെന്ന് മമ്മിക്ക് അറിയാമായിരുന്നു. ഞാൻ ഓർത്തു സർക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന്. പക്ഷേ അതൊന്നും ആയില്ല. മമ്മി 2017 മരിച്ചു. മേ ഹർ സോൾ റെസ്റ്റ് ഇൻ പീസ്. പക്ഷേ 2011 തന്നെ ഇപ്പം ഫിലോമിനാസ് പാരഡൈസ് ഡൽഹി UP ബോർഡറിലാണ്. നമ്മുടെ സ്വന്തം വീടാണ്. അവിടെയാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പ്രിൻസിപ്പലായ കാലഘട്ടത്തിലും ടീച്ചറായിരുന്നപ്പോഴും തന്നെ ഒരു വാടക വീട്ടിൽ ഞാനത് തുറന്നിരുന്നു. ഫിലോമിനാസ് പാരഡൈസിലെ അച്ഛനമ്മമാർക്കായി കൂടുതൽ സമയം കണ്ടെത്താൻ 2018 സ്കൂൾ പ്രിൻസിപ്പൽ പദവി രാജിവെച്ചു. കോവിഡ് കാലത്ത് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. ഇതേ അച്ഛനമ്മമാരുടെ കോവിഡ് വാക്സിനേഷനായി സുപ്രീം കോടതിയിൽ പോയി പോരാടി അനുകൂല വിധി വാങ്ങി. റീനയെ കാണുമ്പോൾ സന്തോഷമടക്കാനാവാതെ പുഞ്ചിരിയോടെ അവർ ഓടിയെത്തും. ഈ കുടുംബത്തെപ്പറ്റി സ്നേഹവാക്കുകൾ മാത്രമേയുള്ളൂ ഇവിടെ ഉള്ളവർക്ക് പങ്കുവയ്ക്കാൻ. बहुत अच्छा है, बहुत सब प्यार है, मिलजुल के सब रह रहे हैं. बहुत अच्छा खाना भी मिल रहा है, दवाइयाँ भी टाइम पे मिल रही है, और बाकी प्रभु की जो इच्छा होती है सब हमको देती है. बहुत अच्छा लगता है. यहाँ एक परिवार की तरह रहते हैं सब लोग. मैं भी कैंसर की पेशेंट हूँ, फिर भी मतलब काफ़ी अच्छा लगता है यहाँ पे. कोई ये नहीं है हम आश्रम में रह रहे, ये नहीं है कि सब चीज़ों की सुविधा है यहाँ पे. खाने से लेके दवाइयों तक की सब चीज़ों की सुविधाएं हैं.
ഫിലോമിനാസ് പാരഡൈസിന് പുറത്തുനിന്നുള്ള സഹായങ്ങൾ വളരെ കുറവാണ്. റീനയുടെ പിതാവിൻ്റെ പെൻഷൻ വിഹിതവും ഭർത്താവ് ചാൾസിൻ്റെയും മകൻ്റെയും സംഭാവനകൾ ചേർത്തുവച്ചാണ് അഭയകേന്ദ്രത്തിൻ്റെ നടത്തിപ്പിനായി തുക കണ്ടെത്തുന്നത്. മോട്ടിവേഷൻ ക്ലാസുകളിലൂടെ റീനയും പണം സ്വരുക്കൂട്ടുന്നുണ്ട്. പ്രതികൂല സാഹചര്യങ്ങൾ പിടിച്ചുകുലുക്കുമ്പോഴും മനോധൈര്യമാണ് റീനയുടെ മുതൽക്കൂട്ട്. ഫിലോമിനാസ് പാരഡൈസിനൊപ്പം മറ്റു കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഏക് എഹ്സാസ് ഫൗണ്ടേഷനും റീന ചാൾസ് ആരംഭിച്ചു. എഹ്സാസ് നെയ്ത്തോ കുച്ച്ബി നെഹി, അതായത് തിരിച്ചറിവില്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നുമില്ല. ഇതാണ് ഏക് എഹ്സാസ് ഫൗണ്ടേഷൻ്റെ ആപ്തവാക്യം. നിരവധി വ്യക്തികൾക്ക് തിരിച്ചറിവ് നൽകുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ നാളുകളായി റീന ചാൾസ് നടത്തിവരുന്നത്. പ്രതിസന്ധികളിൽ തളരാതെ റീന ചാൾസിൻ്റെ ആ യാത്ര തുടരുകയാണ്. ക്യാമറാമാൻ മോഹൻകുമാറിനോടൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി. എന്തൊരു പോസിറ്റീവായിട്ടുള്ള സ്റ്റോറിയാണല്ലോ. ഒരു അമ്മയ്ക്ക് ഇതിൽ പരം എന്ത് സമ്മാനം നൽകാനാകും? നമുക്ക് ഒരുപാട് അമ്മമാരെ ഒരുമിച്ച് താമസിപ്പിച്ചിരിക്കുന്നു, അവർക്ക് നല്ലൊരു ആശ്രയം നൽകിയിരിക്കുന്നു. തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ എത്രയോ പേരെയാണ് നമ്മൾ വഴിയിലൊക്കെ കാണുന്നത് അല്ലേ? ഇങ്ങനെ ആരുമില്ലാതെ വഴിയിലൊക്കെ ഉപേക്ഷിക്കപ്പെടുന്നു, അമ്പലനടകളിൽ ഉപേക്ഷിക്കപ്പെടുന്നു. ഗുരുവായൂരമ്പലത്തിലൊക്കെ അത്തരത്തിൽ കരഞ്ഞ് നിലവിളിക്കുന്ന ആളുകളെ കാണാറുണ്ട്. വീടിനുള്ളിൽ തന്നെ അവഗണിക്കപ്പെട്ട് ഭക്ഷണം കൊടുക്കാതെ എത്രയോ പേരാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഫിലോമിനാസ് പാരഡൈസ് എന്നാണ് അതിൻ്റെ പേര്. ഫിലോമിനയുടെ സ്വർഗം. ഇതിനപ്പുറം എന്ത് സ്വർഗമാണ് നമുക്ക് വേണ്ടത്?